ഇന്ത്യ മുന്നണി ഉണ്ടോ? ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെൻറ്റ് ഇൻക്ലൂസീവ് അലയൻസ് എന്ന് കഴിഞ്ഞ വർഷം പേരിട്ട് ഏകദേശം 40ഓളം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുന്നണിയാണ്. ഇന്ത്യ എന്ന് വെച്ചാൽ ഇന്ത്യൻ നാഷണൽ ഡെമോക്രാറ്റിക് ഇൻക്ലൂസീവ് INDI അലയൻസിന് മുന്നണി എന്നാണ് പറയുക. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നാണ് ആ മുന്നണിയെ അല്ലെങ്കിൽ ആ അലയൻസിനെ നമ്മൾ പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ കേരളത്തിലെ മാധ്യമങ്ങളിലും ഒക്കെ കാണാറുള്ളത് ഇന്ത്യ മുന്നണി എന്നാണ്. അപ്പോൾ അത് അലയൻസ് എന്ന് 2 പ്രാവശ്യം പറയുന്നതിന് തുല്യമാകും. ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ അകത്ത് IA വന്നു കഴിഞ്ഞല്ലോ, അലയൻസിൻ്റെ ആ A വന്നു കഴിഞ്ഞിട്ട് വീണ്ടും അപ്പോൾ 2A ഇല്ല, 1A ഉള്ളൂ. അപ്പോൾ ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് 40ഓളം രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കഴിഞ്ഞ വർഷം രൂപീകരിച്ച ആ മുന്നണിയുടെ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞാലാണ് ശരിയാവുക. ഇംഗ്ലീഷിലാണെങ്കിൽ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നു. ഈ ഇന്ത്യ അലയൻസ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതിലെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോഴത്തേക്കും ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ അതിനു വേണ്ടി അവരുടെ കൂടെയാണ്, AAPയുടെ കൂടെ തന്നെയാണ് എന്നൊക്കെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടി നേതാക്കളും ഒക്കെ പ്രതികരിച്ചതിൽ നമുക്ക് മനസ്സിലാക്കും. ഇത് തുടങ്ങിയത് 2023 ഏപ്രിൽ മുതലുള്ള ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ബീഹാറിൽ പറ്റ്നയിൽ വെച്ചിട്ട് നിതീഷ് കുമാർ, JDU അന്ന് ഇന്ത്യ മുന്നണിയുടെ ഒരു അംഗമായിരുന്നു. അപ്പോൾ നിതീഷ് കുമാറാണ് പാറ്റ്നയിലെ ആദ്യത്തെ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിന് ഉള്ള ഒരു ഓർഗനൈസിംഗ് ഒക്കെ നടത്തിയത്. പക്ഷേ ആദ്യം തുടങ്ങിയപ്പോൾ 7 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും 7 സംസ്ഥാനങ്ങളിലെ ഭരണവുമൊക്കെ ആയിട്ടാണ് ഇന്ത്യ മുന്നണി തുടങ്ങിയതെങ്കിലും ഈ നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ പാർട്ടി JDUവും ഈ ഇന്ത്യ മുന്നണി വിട്ടു. പിന്നീട് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ നേതാവായ രാഹുൽ ഗാന്ധി ഈ കിഴക്ക് നിന്ന് പടിഞ്ഞാറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര നടത്തി ബംഗാളിലെത്തിയപ്പോഴത്തേനും TMCM ഏകദേശം അതിൽ നിന്ന് മമതാ ബാനർജി അതിൽ നിന്ന് ഏകദേശം വിട്ടതുപോലെയായിരുന്നു. അതിൽ പങ്കെടുത്തില്ല, ആ ഒരു യാത്രയിൽ സഹകരിക്കാതെ ഒക്കെ നിന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യ മുന്നണിയിൽ 2 പേര് ഏകദേശം വിട്ടുപോയതുപോലെയാണ് ഇടയ്ക്ക് ഉണ്ടായത്. അങ്ങനെ പോകുന്നു ഈ മുന്നണി. 40ഓളം പാർട്ടികളുണ്ട്. നമ്മുടെ കേരളത്തിലെ ആണെങ്കിൽ IUML, അതായത് മുസ്ലിം ലീഗ്, അതുപോലെ കേരള കോൺഗ്രസ്, മാണി ഗ്രൂപ്പും മറ്റാതെ കേരള കോൺഗ്രസും, RSP, CPI, CPM, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇതെല്ലാം ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ഇത് 2024 ഉള്ള ഇലക്ഷന് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്, അതായത് ഈ ദേശീയ ജനാധിപത്യ മുന്നണി, അത് BJP നേതൃത്വം നൽകുന്ന മുന്നണിയാണ്. അപ്പോൾ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിനെ നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടായ ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി. 20 വർഷം മുമ്പ് 2004 3 മുന്നണികളുണ്ടായിരുന്നു ഇന്ത്യയിൽ. അന്ന് ഈ ദേശീയ ജനാധിപത്യ മുന്നണി BJPയുടെ നേതൃത്വത്തിൽ NDA അന്നുണ്ടായിരുന്നു. അതുപോലെ യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് എന്ന് പറഞ്ഞിട്ട് UPA എന്നുള്ള പേരിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു മുന്നണി ഉണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് CPI നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയും അന്നുണ്ടായിരുന്നു. 3 മുന്നണികൾ. അപ്പോൾ 2024 20 വർഷം കഴിയുമ്പോഴത്തേക്കും ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 2 മുന്നണി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗവും അതുപോലെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷൻ രംഗവും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ മുന്നണി കേരളത്തിലെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ അനിഷേധ്യ നേതാവായ രാഹുൽ ഗാന്ധി ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നു, വയനാട്ടിൽ നിന്ന്. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തന്നെ ഏറ്റവും വലിയ നേതാവ്, അദ്ദേഹം കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നു. അതുപോലെ കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് ഇന്ത്യയുടെ നടന്നു 6000-ലധികം കിലോമീറ്റർ നടന്നു എന്ന് പറയുന്നു. ഇന്ത്യ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിന് വേണ്ടിയും അതുപോലെ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടിയും അദ്ദേഹം തന്നെ കേരളത്തിൽ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത് ഇവിടെ മത്സരിക്കുകയാണ്. അതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി കേരളത്തിൽ തീർച്ചയായിട്ടും അവരുടെ അനിഷേധ്യ നേതാക്കളൊക്കെ തന്നെ ഇവിടെ മത്സരിക്കുന്നത് കൊണ്ട് ഇന്ത്യ മുന്നണി കേരളത്തിലുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്.
ഈ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ബീഹാറിൽ നിന്ന് അവിടുത്തെ JDU മാറിയെങ്കിലും ഇന്ത്യ മുന്നണിയിൽ നമ്മുടെ ലാലു പ്രസാദ് യാദവ്, അതായത് അഴിമതിയുടെ എല്ലാവിധ കാര്യങ്ങളും ഇന്ത്യയിൽ നടപ്പാക്കി നമുക്ക് അഴിമതി എങ്ങനെയൊക്കെ നടപ്പാക്കാമെന്ന് ഇന്ത്യക്കാരെ ഒക്കെ കാണിച്ചു കൊടുത്ത ഒരു വിദഗ്ധനാണ് ലാലു പ്രസാദ് യാദവ്. അദ്ദേഹം അതായത് കാലിത്തീറ്റ കുംഭകോണം, അത് കഴിഞ്ഞിട്ട് ഈ റെയിൽവേ മന്ത്രിയായിരുന്നപ്പോഴത്തേനും സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞ് ഇവിടെ എന്തെല്ലാം തരത്തിൽ അഴിമതി ഒരു മനുഷ്യന് ഒരു രാഷ്ട്രീയ നേതാവിന് നടത്താവോ അതൊക്കെ നടത്തി കാണിച്ചു കൊടുത്ത ഒരു വിദഗ്ധനാണ് ഇന്ത്യ മുന്നണിയിലെ ഇപ്പോൾ ബീഹാറിലുള്ളതും ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും തലമുതിർന്നൊരു നേതാവുള്ളത്. അപ്പോൾ ഇന്ത്യ മുന്നണി വളരെ സജീവമാണ്. അതിൽ TMC മാറി കുറച്ച് മാറി നിൽക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ JD ജനതാദൾ യുണൈറ്റഡ് ബീഹാറിൽ മാറിയെങ്കിലും ഇന്ത്യ മുന്നണി വളരെ സജീവമാണ്, അതുണ്ട്. അതെന്തുകൊണ്ട് സജീവമാണ് ഉണ്ട് എന്ന് പറയുന്നതിനുള്ളൊരു കാരണം അതിൻ്റെ 2 മുഖ്യമന്ത്രിമാർ JMM ജാർഖണ്ഡ് മുക്തി മോർച്ചയും അതിൻ്റെ ഒരു അംഗമാണ്. അതിൻ്റെ ഒരു മുഖ്യമന്ത്രി ജയിലിൽ പോയി ജനുവരിയിൽ. രണ്ടാമത്തെ മുഖ്യമന്ത്രി ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ അടുത്ത കാലത്ത് ജയിലിൽ പോയി. അങ്ങനെ ഈ ഇപ്പോഴത്തെ AAPയുടെ മുഖ്യമന്ത്രി ഡൽഹിയിൽ ജയിലിൽ പോയപ്പോഴത്തേക്കും ഈ ഇന്ത്യ മുന്നണിയിലെ നമ്മുടെ കേരളത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ അതിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തി. നമ്മുടെ തിരുവനന്തപുരത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ ശശി തരൂർ AAPയുടെ രാജ്ഭവൻ്റെ അടുത്തുള്ള ധർണയിൽ അതിൽ സജീവമായിട്ട് പങ്കെടുത്തു. അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് വളരെ സന്തോഷത്തോടു കൂടി ഇന്ത്യ മുന്നണിയുടെ വേണ്ടിയിട്ട് എന്നുള്ള മട്ടിൽ പറയുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. അതുപോലെ ആലപ്പുഴയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി KC വേണുഗോപാൽ ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി അദ്ദേഹത്തെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ കേരളത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണി ഉണ്ട്, അത് സജീവമാണ്. ഇന്ത്യ മുന്നണിയുടെ ആൾക്കാർ അതിലെ ഘടകകക്ഷികൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് കേജ്രിവാളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും സടകുടഞ്ഞ് കേജ്രിവാളിന് വേണ്ടി പ്രതികരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കേരളത്തിലും ഇന്ത്യ മുന്നണി ഉണ്ട്. തിരുവനന്തപുരത്തെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി, ആലപ്പുഴയിലെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി, മറ്റു സ്ഥലങ്ങളിലെയുമൊക്കെ ആൾക്കാർ അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും തലമുതിർന്ന നേതാവ് എന്ന് പറയുന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ A. ആന്റണിയാണ്. കോൺഗ്രസിൻ്റെ ദീർഘകാലം പ്രതിരോധ മന്ത്രിയും കേരളത്തിൽ 3 പ്രാവശ്യത്തോളം മുഖ്യമന്ത്രിയുമൊക്കെ ആയിരുന്ന A. ആന്റണിയാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന കോൺഗ്രസ്സാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ്, അഖിലേന്ത്യാ നേതാവ്, അത് കാരണം കേന്ദ്രത്തിൽ പ്രതിരോധ മന്ത്രിയായിട്ട് ദീർഘകാലം ഇരുന്നതുകൊണ്ടും വർക്കിംഗ് കമ്മിറ്റി അംഗമൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹമാണ് അതിൻ്റെ ആൾ. അതുപോലെ CPMൻ്റെ ഏറ്റവും സീനിയറായിട്ടുള്ള കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗമെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. CPM ഇതിലെ ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന കക്ഷിയാണ്. അപ്പോൾ ഈ ഇന്ത്യ മുന്നണി തീർച്ചയായിട്ടും അവർ തമ്മിൽ വീതം വെപ്പലും ധാരണയും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ധാരണ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ്. ധാരണ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യ മുന്നണി ഇല്ല എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. പക്ഷേ ധാരണ ഇല്ല എന്നും ഇന്ത്യ മുന്നണി ഇല്ല എന്നും ഈ കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ A. ആന്റണി പറഞ്ഞിട്ടില്ല. അതുപോലെ ഈ CPMൻ്റെ കേരളത്തിൽ നിന്നുള്ള സീനിയറായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ A. ആന്റണിയുടെയും പിണറായി വിജയൻ്റെയും കൂറ് ഇന്ത്യ മുന്നണിയോടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ CPMും കോൺഗ്രസും തമ്മിൽ ധാരണയുണ്ടാകും. അവർ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ പരസ്യമായിട്ട് ഇന്ത്യ ഒട്ടാകെ പ്രചരിപ്പിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ആ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നേതാക്കളൊക്കെ കേരളത്തിൽ പ്രവർത്തിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്.